ചൈന വൻ AI കുതിപ്പിന് തയ്യാറെടുക്കുന്നു. അവരുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ മരുഭൂമി കേന്ദ്രമാക്കിക്കൊണ്ട് അമേരിക്കയ്ക്കെതിരെ വൻ രീതിയിൽ സാങ്കേതിക മുന്നേറ്റം നടത്താനുള്ള ചില കാര്യങ്ങൾ അവർ ഒരുക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെയാണത്? അതായത് അവർ ഭീമൻ ഡാറ്റാ സെൻറ്ററുകൾ തുടങ്ങുകയാണ്. ചൈന തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കുമുള്ള ഒരു നെഞ്ചിടിപ്പുണ്ടല്ലോ. അതായത് അവർ ഏത് രീതിയിലുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കാനും ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും AI കൊണ്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാനുള്ള ഒരു കുതിപ്പ്, ഒരു ശേഷി നേടുക എന്നുള്ളത് തന്നെയാണ് ചൈനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ ഉയ്ഗുർ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ മുമ്പ് തന്നെ വിവാദങ്ങൾ നിറഞ്ഞൊരു ഭൂപ്രദേശമുണ്ട്, ഷിൻജിയാൻ മേഖല. ആ മേഖല ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ഡാറ്റാ സെൻറ്റർ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. അമേരിക്ക തന്നെയാണ് ലക്ഷ്യം എന്നുള്ളതാണ്. നമുക്കറിയാം, അമേരിക്കയുടെ ChatGPT ഒക്കെ വരുന്ന സമയത്ത് അതിനെയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് പെട്ടെന്ന് ഡീപ് സീക്ക് ഇതിലേക്ക് കടന്നു വന്നത്. അത് ചൈനയുടേതായിരുന്നു. ആ AI അത് എല്ലാവർക്കും സൗജന്യമായി ഉപയോഗിക്കാവുന്നതുമായിരുന്നു. അതുകൊണ്ട് വളരെ കുതിപ്പിലേക്ക് അത് പോവുകയും ഒക്കെ ചെയ്തു. അത് അവിടെ മുതൽ ഒരു ഒത്ത എതിരാളിയായിട്ട് ചൈന മാറി എന്നുള്ളതാണ്. അതായത് AI സർവാധിപത്യം ഉണ്ടായിരുന്ന അമേരിക്കയ്ക്ക് ഒത്ത എതിരാളിയായിട്ട് ഈ ഡീപ് സീക്ക് മാറുകയാണ്. അമേരിക്കൻ ടെക് ഭീമന്മാരെയൊക്കെ എന്താ പറയുക, ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കുതിപ്പ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തമ്മിലുള്ള ഒരു പോരാട്ടം ഈ ഒരു നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായിട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് അതിൽ ഭീമനാവുക എന്നുള്ള രീതിയിലേക്കാണ് ചൈന ഇപ്പോൾ വലിയ രീതിയിലുള്ള ഡാറ്റാ സെൻറ്ററുകൾ നിർമ്മിക്കാൻ പോകുന്നത്. അത് സത്യത്തിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്, അമേരിക്കയാണ് അവർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. ഈ NVIDIA ചിപ്പുകൾ രഹസ്യ ഭാഗമായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. അതായത് ബ്ലൂംബെർഗ് നടത്തിയിട്ടുള്ള അന്വേഷണം അനുസരിച്ച് ഈ ഡാറ്റാ സെൻറ്ററുകളിൽ 1,15,000-ലധികം നിരോധിച്ചിട്ടുള്ള US നിർമ്മിതമായിട്ടുള്ള NVIDIA ചിപ്പുകൾ ഉപയോഗിക്കാൻ ചൈന പദ്ധതിയിടുന്നു എന്നുള്ളത്. NVIDIA ഈ പറയുന്ന അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ചിപ്പ് നിർമ്മാണ കമ്പനിയാണ്. അതും AI ചിപ്പുകളാണ് നിർമ്മിക്കുന്നത്. AIക്ക് വേണ്ടുന്ന ചിപ്പ് നിർമ്മാതാക്കളാണ്. അവരാണ് മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ കാര്യമായ രീതിയിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, വാങ്ങലുകൾ കൂടിയപ്പോൾ ഇതിനൊരു നിരോധനം ഏർപ്പെടുത്തി അമേരിക്ക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അമേരിക്ക അത് നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും അതിനെ മറികടക്കുന്ന രീതിയിൽ അതിലും സുലഭമായിട്ട് അവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ 1,15,000-ലധികം ചിപ്പുകൾ അവിടെ ഉണ്ടാകാനായിട്ട് ചൈനയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ ഈ ചൈന ഇത്തരത്തിൽ ചിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയെ നേരിടാനായിട്ട് പദ്ധതിയിടുന്നത്. അതായത് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ചിപ്പുകൾ ഉപയോഗിച്ച് അമേരിക്കയെ തന്നെ മറികടക്കാനുള്ള നീക്കത്തിലാണ്. കൂടാതെ H100, H200 തുടങ്ങിയ ഈ ചിപ്പുകളൊക്കെ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ലാർജ് ലാംഗ്വേജ് മോഡലുകൾക്ക് പരിശീലനം നൽകാനുള്ള ഹാർഡ്വെയറുകൾ കൂടിയാണ്. 2022 മുതൽ അമേരിക്ക ഇവ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും പ്രാദേശിക സർക്കാർ രേഖകൾ പ്രകാരം വലിയ തോതിലുള്ള NVIDIA പ്രോസസ്സറുകൾ വാങ്ങാൻ ചൈന പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇത് നിയമവിരുദ്ധമായി ചിപ്പുകൾ ലഭ്യമാകുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർ ലഭ്യമാക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും നമുക്ക് ലഭ്യവുമല്ല. ചൈനയുടെ AI വളർച്ച നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ NVIDIA ചിപ്പുകൾ ചൈനയ്ക്ക് നിരോധിച്ചതിലൂടെ അമേരിക്ക ലക്ഷ്യം വെച്ചത്. ഒരിക്കൽ അവർക്ക് ഈ പറയുന്ന ഡീപ് സീക്ക് വന്നത് വഴി ഇതിൽ കുതിപ്പ് നടത്തുന്നത്, ചൈന എത്രത്തോളം ഒരു കുതിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലായി തുടങ്ങി. അതുകൊണ്ടാണ് ഈ NVIDIA ചിപ്പുകൾ അവിടെ ലഭിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നത്. എന്തായാലും ഇത് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് H100, H200 പോലുള്ള ചിപ്പുകൾ ചൈനയിൽ ലഭ്യമാകാത്ത വിധത്തിൽ അമേരിക്ക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കുറഞ്ഞ ശേഷിയുള്ളവ, അതായത് H20 ചിപ്പുകൾക്ക് മാത്രമാണ് ഇപ്പോൾ കയറ്റുമതി അനുമതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് ചൈനയെ ഒരു തലമുറ പിന്നിലാക്കി നിർത്തുമെന്നാണ് US കരുതുന്നത്. ചൈനയുടെ സ്വന്തം ഹുവായ് അസെൻഡ് ചിപ്പുകൾ ഇപ്പോഴും NVIDIAയേക്കാൾ പിന്നിലാണ് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ അമേരിക്കയ്ക്കുള്ള ഒരു ധൈര്യം.
കൂടാതെ സെമി കണ്ടക്ടർ നിർമ്മാണത്തിനായി $45 ബില്യൺ നിക്ഷേപ ഫണ്ട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും US നിലവാരത്തിലേക്ക് എത്തുക ചൈനയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അമേരിക്കയെ പിന്തുടരുക എന്നതിലുപരി ലോകത്തിലെ AI നേതാവായി മാറാനും പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളിൽ സ്വന്തം AI ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്ഥാപിക്കാനുമൊക്കെയാണ് ചൈന ലക്ഷ്യമിടുന്നത്. ഇത്രയും വലിയ തോതിൽ വിലക്കപ്പെട്ടിട്ടുള്ള NVIDIA ചിപ്പുകൾ ചൈനയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. അത് US നിയന്ത്രണങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഈ AI-യുമായും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇനിയുള്ള യുഗം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും AI മറ്റുള്ളവരുടെ ജോലി തടസ്സപ്പെടുത്തുമോ എന്നുള്ള ചിന്തകളൊക്കെ ഇതിനിടയിൽ വരുന്നുണ്ടെങ്കിൽ പോലും അതിനെ മെരുക്കിയെടുക്കാൻ നമ്മൾ അതുമായി ഇണങ്ങി വരാനുള്ള പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ വരുമ്പോൾ നമ്മൾ ഭയന്നിരുന്നു, നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചെടുക്കുകയും കമ്പ്യൂട്ടറിനെ മനുഷ്യൻ യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ തന്നെയാണ് ഈ തരത്തിലുള്ള AI-യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ചൈന എന്ന് പറയുന്ന ഒരു വമ്പൻ രാജ്യത്തിലേക്ക് ഈ കാര്യങ്ങളെല്ലാം ഒരു ഡാറ്റാ സെൻറ്റർ തന്നെയായിട്ട് സ്ഥാപിക്കപ്പെടുമ്പോൾ അതിൽ പല ഗൂഢ ലക്ഷ്യങ്ങളുമുണ്ട്. നമുക്കറിയാം, പലരുടെയും വിവരങ്ങൾ ചോർത്തുന്ന ഒരു ചാരൻ കൂടിയാണ് ചൈന എന്ന് പറയുന്ന രാജ്യം. അവർ ചോർത്തുകയും ചെയ്യും, ആ വിവരം വിൽക്കുകയും ചെയ്യും. നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള പല കാര്യങ്ങളിലും പാകിസ്ഥാന് ഇതെല്ലാം കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത് ചൈനീസ് ഉപഗ്രഹ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇതെല്ലാം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാനല്ല, ചൈന ഈ ചാരപ്രവൃത്തി ചെയ്യുകയും ചെയ്യും. AI-യുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം, നമ്മുടെ മോദി ഡാൻസ് കളിക്കുന്ന വീഡിയോ വരെ വന്നു. അത് വളരെ വൈറലായി. പിന്നീടാണ് അത് അന്വേഷിച്ചപ്പോൾ ഇത് AI ആണ് എന്നുള്ളത് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഏതെല്ലാം രീതിയിൽ ചൈന പോലുള്ള ഒരു രാജ്യം ഇതിനെ ഉപയോഗിക്കും എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു ഭീഷണിയാണ്. അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയാവും. 2, ഈ AI യുഗത്തിൽ നിർമ്മിത ബുദ്ധിയിൽ ആധിപത്യമുള്ള അമേരിക്കയ്ക്ക് അത് തകർന്നു വീഴുമോ എന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അമേരിക്ക ഇപ്പോൾ ഒരു തകർച്ചയുടെ വക്കിലാണ്, സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ചില മേഖലകൾ, ആ മേഖലകളിലും ചൈനീസ് ആധിപത്യം വരികയാണെങ്കിൽ സ്വാഭാവികമായും ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടം, എന്താ പറയുക, നേരിട്ടുള്ള ഒരു പോരാട്ടമല്ല, ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു പോരാട്ടം ഈ 2 രാജ്യങ്ങളും തമ്മിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഡീപ് സീക്ക് പോലുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഉപയോഗിച്ചത് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. ആ സൗജന്യമായി കൊടുക്കുന്ന രീതിയിൽ മറ്റ് പല കാര്യങ്ങൾ കൂടി ഇത്തരത്തിലുള്ള നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് പൊതുവായി തുറന്നു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അമേരിക്ക വിചാരിക്കുന്ന രീതിയിൽ അമേരിക്കയുടെ കാര്യങ്ങൾ, അതായത് ചീപ്പ് റേറ്റിന് സാധനം കിട്ടുമ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് പോകും. അത് കൂടുതൽ ഉപയോഗിക്കാനുള്ള ഒരു ത്വര എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ആ തരത്തിലുള്ള ഒരു വൻ വിപത്ത് കൂടി അമേരിക്കയെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഈ 2 രാജ്യങ്ങളും തമ്മിൽ എങ്ങനെയാണ് ഈ ഒരു പോരാട്ടം കനക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.